നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് അത് ഓരോ ദിവസം കഴിയുമ്പോഴും മത്സരങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും മത്സരങ്ങൾ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം പിന്നിട്ട് നിന്ന ശേഷം ടീമുകൾ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇംഗ്ലണ്ടും ബെൽജിയവും ഒക്കെ അത്തരത്തിൽ പിന്നിൽ നിന്ന ശേഷം മുന്നേറ്റം നടത്തി വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു പോരാട്ടം തന്നെയായിരുന്നു ഇന്നലെ പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. പിന്നിട്ട് നിന്ന ശേഷം 2-1 വിജയം പോർച്ചുഗൽ നേടിയിരിക്കുന്നു. പോർച്ചുഗലും അങ്ങനെ അവസാന 16ലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മത്സരങ്ങളിങ്ങനെ അതിശക്തമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നിനി നമ്മൾ പറയാൻ പോകുന്നത് പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ളൊരു പോരാട്ടത്തിൻ്റെ കഥ. സ്പെയിനും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡും അൾജീരിയയും തമ്മിലുള്ള പോരാട്ടം ഉണ്ടായിരുന്നു. അതാണ് ഇന്നലെ നടന്ന 3 മത്സരങ്ങൾ. ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം അർജൻറ്റീനയും കാബോ വെർഡയും തമ്മിലൊരു മത്സരം നടക്കാനിരിക്കുന്നുണ്ട്. കൊളംബിയയും ഗാനയും തമ്മിൽ മത്സരമുണ്ട്. ഓസ്ട്രേലിയയും ഈജിപ്റ്റും തമ്മിൽ മത്സരമുണ്ട്. ഈ 3 മത്സരങ്ങളാണ് ഇനി ഈ റൗണ്ട് ഓഫ് 32 ഇനി അവശേഷിക്കുന്ന 3 മത്സരങ്ങൾ ഈ 3 അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നലെ നടന്ന മത്സരങ്ങളിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് പോർച്ചുഗലിൻ്റെ മത്സരത്തിലേക്ക് തന്നെ പോകാം. 2-1 ക്രൊയേഷ്യയെ തകർത്തത് എന്നുള്ളതാണ്. അതിശക്തമായ മത്സരമായിരുന്നു. ആദ്യ പകുതിയിൽ ഒപ്പത്തിനൊപ്പം നിന്നു സമനില പാലിച്ചതിന് ശേഷം രണ്ടാം പകുതിയിലാണ് ടീമുകൾ ഗോൾ അടിക്കുന്നതിനായി തുടങ്ങുന്നത്. 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഇവാൻ പെരിസിച്ച് ഗോൾ നേടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ 53-ാം മിനിറ്റിലാണ് പെരിസിച്ച് ഗോൾ നേടിയത്. അങ്ങനെ മത്സരത്തിലേക്ക് അതിശക്തമായിട്ട് തങ്ങളുടെ കയ്യിലാണ് മത്സരം എന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ പെരിസിച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗോൾ വീഴുന്നു. അത് അതിനുശേഷം വളരെ മികച്ച രീതിയിൽ തന്നെ ക്രൊയേഷ്യ കളിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഗോൾ വീഴുന്നതിന് ശേഷം അങ്ങോട്ട് പോർച്ചുഗൽ കൂടുതൽ ശക്തമാകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 68-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി അത് കൃത്യമായി മുതലാക്കുന്ന കാഴ്ച. ക്രിസ്ത്യാനോ റൊണാൾഡോ അത് വലയിലാക്കുന്നു. അങ്ങനെ 1-1 എന്നൊരു സ്കോറിലേക്ക് മത്സരം പോകുന്നു. മത്സരം അവസാനിക്കും 90 മിനിറ്റ് ആയപ്പോഴും ഒരു 1-1 തന്നെയാണുള്ളത്. അവിടെ നിന്ന് 90 മിനിറ്റും കഴിഞ്ഞുള്ള 94-ാം മിനിറ്റിൽ ഗോൺസാലോ റാമോസിൻ്റെ വക ഒരു മനോഹരമായ ഒരു ഹെഡറിലൂടെ ഒരു ഗോൾ നേടുന്നു. അതിലൂടെ 2-1 ഒരു വിജയം എന്തായാലും പോർച്ചുഗൽ സ്വന്തമാക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. നേരത്തെ പറഞ്ഞാൽ ആദ്യ പകുതിയിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു. രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യ ഒരു ലീഡ് എടുത്തതിന് ശേഷം ശക്തമായൊരു മത്സരത്തിലേക്ക് അതിശക്തമായി തന്നെ പോർച്ചുഗൽ വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതായത് അവരുടെ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വലിയ രീതിയിൽ ഗുണം ചെയ്തു. ഒരു 4-5 താരങ്ങളേക്ക് ഒരുമിച്ച് സബ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അങ്ങനെ അതിശക്തമായിട്ട് അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചുറച്ച് തന്നെ പോർച്ചുഗൽ ഇറങ്ങുന്നു. അവർ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിജയം എന്തായാലും പോർച്ചുഗലിന് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഒരു വിജയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇഞ്ചുറി ടൈമിൽ വീഴുന്ന ഗോളുകളാണ് പലപ്പോഴും നിർണായകമായി മാറുന്നത്. ഇന്നലെയും അത്ര തന്നെ 94-ാം മിനിറ്റിൽ വീണ ഗോളാണ് എന്തായാലും പോർച്ചുഗലിന് വിജയം സമ്മാനിച്ചത്. പോർച്ചുഗലിൻ്റെ വിജയത്തിലേക്ക് വന്നതിൽ രണ്ടാം പകുതിയിലെ ഈ ഒരു ഉയർന്ന പ്രസ്സിങ് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു. ഈ വിങ്ങുകളിലുള്ള അവരുടെ ആക്രമണം അതും അവർക്ക് ഗുണം ചെയ്തു എന്ന് പറയാം. ഒപ്പം വാർ തീരുമാനം, ഈ പെനാൽറ്റി ലഭിച്ചതുപോലും, ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളാക്കി മാറ്റിയ പെനാൽറ്റി ലഭിച്ചതുപോലും വാറിൻ്റെ അടിസ്ഥാനത്തിൽ, വാർ ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോർണർ വരുന്ന സമയത്ത് ഒരു പോർച്ചുഗൽ താരത്തെ ക്രൊയേഷ്യൻ താരം വലിച്ച് താഴെയിടുകയും അത് ചോദ്യം ചെയ്തുകൊണ്ട് വാർ ചെക്ക് ചെയ്യുക. അങ്ങനെ വാർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എന്തായാലും ഒരു പെനാൽറ്റി കിട്ടുന്നു. അങ്ങനെ അത് ഗോളാക്കി മാറ്റുന്നു. ക്രൊയേഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച മിഡ്ഫീൽഡ് നിയന്ത്രണം, മിഡ്ഫീൽഡ് കൺട്രോൾ അവർക്കുണ്ടായിരുന്നു. ഒപ്പം അവസാന നിമിഷം വരെയും അവർ പൊരുതെങ്കിലും പക്ഷേ അവസാന നിമിഷമുണ്ട് പ്രതിരോധത്തിലെ ചില പിഴവുകൾ അത് എന്തായാലും പോർച്ചുഗൽ മുതലെടുക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു വിജയം പോർച്ചുഗൽ സ്വന്തമാക്കിയിരിക്കുന്നു. ക്രൊയേഷ്യ ഈ ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, ഈ മത്സരത്തോടുകൂടി ലൂക്ക മോഡ്രിച്ചും എന്തായാലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്, പടിയിറങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ്. ക്രൊയേഷ്യയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ലൂക്ക മോഡ്രിച്ചും പടിയിറങ്ങുന്നതായി വാർത്തയുണ്ട്. അപ്പം അങ്ങനെ ലൂക്ക മോഡ്രിച്ചിൻ്റെ അവസാന മത്സരമായി ഈ ഒരു പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരവും മാറിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു പോരാട്ടം ഉണ്ടായിരുന്നു, സ്പെയിൻ്റെ മത്സരമായിരുന്നു. സ്പെയിൻ ഓസ്ട്രിയയെ അനായാസം തകർത്തുകൊണ്ട് ഒരു വിജയം സ്വന്തമാക്കുന്നു. അങ്ങനെ സ്പെയിനും അവസാന 16ലേക്ക് വരികയാണ്. 36-ാം മിനിറ്റിലും 66-ാം മിനിറ്റിലും അങ്ങനെയാണ് ഗോൾ വരുന്നത്. 36-ാം മിനിറ്റിൽ ഒയാസബിളിൻ്റെ വക ഗോൾ വീഴുന്നു. 66-ാം മിനിറ്റിൽ പെഡ്രോ പോറോയുടെ വക ഗോൾ വീഴുന്നു. അങ്ങനെ 2 ഗോൾ. മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഗോൾ തന്നെ ഒയാസബിളിൻ്റെ ഭാഗത്തു നിന്ന് കാലിൽ നിന്ന് വീഴുന്നു. അങ്ങനെ 3-0 ഒരു എതിരില്ലാത്ത
3 ഗോളിൻ്റെ ഒരു വിജയം സ്പെയിൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. സ്പെയിൻ്റെ കാര്യത്തിലേക്ക് പറഞ്ഞാൽ ഉയർന്ന പൊസിഷൻ, അതായത് പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചത് കൊണ്ട് തന്നെ അവർക്കൊരു വിജയം ഉണ്ടായി എന്ന് പറയാം. കൃത്യമായ പാസിങ് അവർക്ക് വിജയത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം മികച്ച ഫിനിഷിങ്ങും വിജയത്തിൽ അവർ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയക്ക് വന്നു കഴിഞ്ഞാൽ ഓസ്ട്രിയ പ്രതിരോധത്തിൻ്റെ ഒരു പ്രഷർ അവർക്കുണ്ടായിരുന്നു. അതായത് ഈ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നവർ അവർക്കൊരു ബുദ്ധിമുട്ട് സംഭവിച്ചു. അപ്പം ആക്രമണത്തിലൊരു പരിചയസമ്പത്തിൻ്റെ ഒരു കുറവ് അവർക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്തു. അങ്ങനെ ഒരു തോൽവി അവർ എന്തായാലും വഴങ്ങേണ്ടി വന്നു. ഒയാർസബലാണ് കളിയിലെ താരമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നലെ നടന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മത്സരം. മറ്റൊന്ന് സ്വിറ്റ്സർലൻഡും അൾജീരിയയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. സ്വിറ്റ്സർലൻഡ് ഒരു വിജയം സ്വന്തമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്വിറ്റ്സർലൻഡ് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. 10-ാം മിനിറ്റിൽ എംബോളോയും 46-ാം മിനിറ്റിൽ ഇൻഡോയുമാണ് ഗോളുകൾ നേടിയത്. അങ്ങനെ 2-0 ഒരു വിജയം അവർ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച എന്തായാലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇന്നലത്തെ മൂന്നാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മത്സരം അതായിരുന്നു. സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രതിരോധം അവർ കൃത്യമായി ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഒപ്പം സെറ്റ് പീസുകൾ മികവ് കാണിച്ചു. ഇപ്പോൾ മിഡ്ഫീൽഡിലെ കൺട്രോൾ അവർ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അൾജീരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്കുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ഫിനിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കൃത്യമായി അത് ഒന്ന് കൺട്രോൾ ചെയ്ത് ആ കൗണ്ടർ അറ്റാക്കുകൾ ഫിനിഷ് ചെയ്യാനോ ഗോൾ നേടാനോ ഒന്നും അവർക്ക് മുതലാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നലത്തെ 3 മത്സരങ്ങൾ. അങ്ങനെ സ്വിറ്റ്സർലൻഡും പോർച്ചുഗലും സ്പെയിനും അവസാന 16-ലേക്ക് മുന്നേറിയിട്ടുണ്ട്. ഇനി നാളെ നടക്കാൻ പോകുന്ന, ഇന്ന് രാത്രിയും നാളെ പുലർച്ചെയുമായി നടക്കാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഉള്ളത്. ആ 3 മത്സരങ്ങൾ ഇതൊക്കെയാണ്. അർജൻറ്റീനയും ക്യാബോർഡയും തമ്മിലുള്ള പോരാട്ടമുണ്ട്. കൊളംബിയയും ഘാനയും തമ്മിൽ മത്സരം നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയയും ഈജിപ്തും തമ്മിൽ മത്സരം നടക്കുന്നു. അങ്ങനെ 3 മത്സരങ്ങളാണ് ഇന്ന് രാത്രി നാളെ പുലർച്ചെയുമായി നടക്കാനുള്ളത്. അതിൽ ഏറ്റവും ആരാധകർ ഉറ്റുനോക്കുന്ന മത്സരം അർജൻറ്റീനയുടെ മത്സരം തന്നെയാണ്. അർജൻറ്റീനയും ക്യാബോർഡയും തമ്മിലൊരു പോരാട്ടം എന്നുള്ളതാണ് വളരെ ആരാധകരൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അർജൻറ്റീന തോൽവി അറിയാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഈ ഒരു റൗണ്ട് ഓഫ് 32ലേക്ക് എത്തുന്നത്. 3 മത്സരത്തിലും വിജയിച്ചുകൊണ്ട് അജയ്യരായാണ് അവർ എത്തുന്നത്. പക്ഷേ അവരെ നേരിടേണ്ടുന്ന ക്യാബോർഡേയും ഒട്ടും മോശക്കാരല്ല. കാരണം അവരും തോൽവി അറിയാതെ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം. തോൽവി അറിയാതെ എന്ന് പറയുമ്പോൾ വിജയം അവരുടെ പേരിൽ കുറിച്ചിട്ടില്ല. പക്ഷേ സമനിലകളാണ് അവരുടെ ഏറ്റവും വലിയ കരുത്തായിട്ട് അവർ ചെയ്യുന്നത്. വലിയ ടീമുകളെ പോലും പിടിച്ചു കെട്ടിക്കൊണ്ട് അവർ എത്തിയിരിക്കുകയാണ്. അത് സ്പെയിനും ഉറുഗ്വേയും സൗദിയും അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ക്യാബോർഡെ എത്തിയിട്ടുള്ളത്. അതും ഉറുഗ്വയെ പുറത്തായിക്കൊണ്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം ആദ്യ മത്സരത്തിൽ അവർ സ്പെയിനെതിരെ ഗോൾ രഹിത സമനില, അതായത് സ്പെയിനെ സമനിലയിൽ തളച്ചൊരു ടീമാണ്. രണ്ടാം മത്സരത്തിൽ ഉറുഗ്വേക്കെതിരെ 2-2 ഒരു സമനില അവർ വഴങ്ങുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ഉറുഗ്വേ പോലൊരു ടീമിനെ അവർ സമനിലയിൽ തളച്ച് അത് പുറത്തേക്കുള്ള വഴി അവർക്ക് തെളിയിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. മൂന്നാം മത്സരത്തിൽ അവർ സൗദി അറേബ്യക്കെതിരെയും ഇത്തരത്തിൽ ഒരു ഗോൾ രഹിത സമനില അവർ നേടുന്നു. അങ്ങനെ 3 പോയിൻറ്റുമായി തോൽവി അറിയാതെ 3 സമനില 3 പോയിൻറ്റുമായി അവർ ഈ ഒരു റൗണ്ട് ഓഫ് 32ലേക്ക് വരുന്ന കാഴ്ച കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു ക്യാബോർഡെയാണ് എന്തായാലും അർജൻറ്റീനയുടെ എതിരാളികളായി വരിക. മറുവശത്ത് അർജൻറ്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അർജൻറ്റീന വളരെ മികച്ച ഫോമിൽ തന്നെയാണ് ഈ 3 മത്സരങ്ങളും. അതായത് ഈ 3 മത്സരങ്ങളിലും വലിയ വിജയം തന്നെ സ്വന്തമാക്കി. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ എതിരില്ലാത്ത 3 ഗോളിന് ഒരു വിജയം സ്വന്തമാക്കി. രണ്ടാം മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയം സ്വന്തമാക്കി. മൂന്നാം മത്സരത്തിൽ ജോർദാനെതിരെ 1-3 ഗോളുകൾക്കൊരു വിജയമാണ് ഈ ഒരു അർജൻറ്റീന സ്വന്തമാക്കിയത്. അപ്പോൾ മെസ്സി എന്ന താരത്തിൻ്റെ പ്രകടനം, മെസ്സിയുടെ ആ ഒരു മികവ് ഒക്കെ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ജൂലിയൻ അൽവാരസും എൻസോ ഫെർണാണ്ടസും ഒക്കെ അടങ്ങുന്ന ആ ഒരു ടീം എന്തായാലും ശക്തമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആ ഒരു സ്ഥിരതയാർന്ന പ്രകടനം അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ഇന്ന് നടക്കുന്ന ഒരു മത്സരം. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരമുള്ളത് കൊളംബിയയും ഘാനയും തമ്മിൽ മത്സരം നടക്കാനുണ്ട്. പോർച്ചുഗലിനെതിരെ ഗോൾ ചെയ്ത സമനില വഴങ്ങിയാണ് കൊളംബിയ ഈ ഒരു റൗണ്ട് ഓഫ് 32ലേക്ക് എത്തുന്നത്. മികച്ച പ്രതിരോധത്തിലെ പ്രകടനം, അതാണ് അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രതിരോധത്തിൽ മികച്ച പ്രകടനമാണ് എന്തായാലും ഈ ഒരു ലോകകപ്പിൽ അവർ പുറത്തെടുക്കുന്നത്. ഘാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർ വലിയ രീതിയിലുള്ള പോരാട്ട വീര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം വേഗമേറിയ കൗണ്ടർ അറ്റാക്കുകളാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. അപ്പം ഇത് വലിയ രീതിയിൽ ഒരു പോരാട്ടം തന്നെ, മികച്ചൊരു പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൊളംബിയയും ഘാനയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ 4 ആകും അവസാന 16ലേക്ക് എത്തുക എന്നൊരു വലിയ ചോദ്യമുണ്ട്.
മറ്റൊരു പോരാട്ടമുള്ളത് ഓസ്ട്രേലിയയും ഈജിപ്തും തമ്മിൽ മത്സരം നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വലിയ ശക്തിയേറിയ ഗ്രൂപ്പിൽ നിന്നാണ് അവർ ഈ ഓസ്ട്രേലിയ എന്തായാലും ഈ ഒരു റൗണ്ട് ഓഫ് 32 എത്തുന്നത്. ഒരു ടീം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീമാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. ഈജിപ്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് സല അടക്കമുള്ള താരങ്ങൾ അവർക്കുണ്ട്, അവരുടെ നിലയിലുണ്ട്, അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ഒരു അവരുടെയും ഒരു പ്രതിരോധത്തിലാണ് അവരുടെ ശക്തി എന്ന് പറയാൻ സാധിക്കും. ഓസ്ട്രേലിയയുടെ ശാരീരിക മികവും ഈജിപ്തിൻ്റെ കൗണ്ടർ അറ്റാക്ക് തമ്മിലൊരു പോരാട്ടമാകും ഇന്ന് നടക്കാനിരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും ഇന്നിനി നടക്കാൻ പോകുന്ന 3 പോരാട്ടങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്ന മത്സരങ്ങൾ 3 ഇതൊക്കെയാണ്. ഈ മത്സരത്തോടുകൂടി ഇന്ന് അർജൻറ്റീനയുടെ മത്സരമാണ് ഈ ഒരു റൗണ്ട് ഓഫ് 32 അവസാന മത്സരം. ആ ഒരു മത്സരത്തോടുകൂടി കൃത്യമായൊരു ചിത്രം ഈ ഒരു പ്രീ ക്വാർട്ടറിൻ്റെ തെളിയും. നാളെ കാനഡയും മൊറോക്കോ തമ്മിലൊരു പോരാട്ടത്തോടു കൂടി ഈ ഒരു പ്രീ ക്വാർട്ടർ മത്സരം പോരാട്ടം എന്തായാലും ആരംഭിക്കും. നാളെ വൈകുന്നേരത്തോടു കൂടിയാണ്, രാത്രിയോടുകൂടിയാണ് മത്സരങ്ങൾ ആരംഭിക്കുക. കാനഡയും മൊറോക്കോയും തമ്മിലാണ് ആദ്യത്തെ ആ ഒരു പോരാട്ടം ഉള്ളത്. ഇതുവരെയുള്ള പ്രീ ക്വാർട്ടർ ചിത്രം നോക്കിയാൽ കാനഡയും മൊറോക്കോയും തമ്മിൽ ആണ് മത്സരം വരിക. പരഗ്വേയും ഫ്രാൻസും തമ്മിൽ പ്രീ ക്വാർട്ടർ മത്സരമുണ്ട്. USA-യും ബെൽജിയവും ഏറ്റുമുട്ടും. ആരാധകരൊക്കെ ഉറ്റുനോക്കുന്നൊരു പോരാട്ടമാണ് പോർച്ചുഗലും സ്പെയിനും തമ്മിലുള്ളത്. ഒപ്പം ബ്രസീലും നോർവേയും തമ്മിൽ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നുണ്ട്. മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിൻ്റെ എതിരാളികൾ ഇന്നറിയാം. അത് കൊളംബിയോ ഖാനയോ രണ്ടിലേതെങ്കിലും ഒരു ടീം ആകും സ്വിറ്റ്സർലൻഡിൻ്റെ എതിരാളികളായി വരിക. പിന്നീട് ഒരു ലാസ്റ്റ് ഒരു മത്സരം എന്ന് പറയുന്നത് ജൂലൈ 7 നടക്കേണ്ട ഒരു മത്സരം. ആ മത്സരത്തിൽ 2 ടീമുകളുമായിട്ടുള്ള ഇന്ന് നടക്കുന്ന 2 മത്സരങ്ങൾ, അതായത് ഓസ്ട്രേലിയ ഈജിപ്തും തമ്മിലുള്ള മത്സരത്തിലെ വിജയിയും അർജൻറ്റീന ക്യാബോ വെർഡെ മത്സരത്തിലെ വിജയം തമ്മിലായിരിക്കും എന്തായാലും ഈ അവസാനത്തെ ആ ഒരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഏറ്റുമുട്ടുക. അപ്പോൾ അങ്ങനെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ ഏകദേശ ചിത്രം തെളിഞ്ഞു. ഇന്ന് രാത്രിയോടുകൂടി പ്രീ ക്വാർട്ടറിൻ്റെ ചിത്രം തെളിയും. നാളെ മുതൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ എന്തായാലും ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഇസ് എം നിഖിൽ കുമാർ.